ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോകളിൽ ചെയ്ത മാതിരി തന്നെ റാഗി തന്നെയാണ് വരുന്നത്. പക്ഷേ റാഗിയുടെ കൂടെ കുറച്ച് വേറെ സംഭവങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കുറച്ചുകൂടെ നല്ല ബ്രൈറ്റനായിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ നോക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ടാൻ വെയിലൊക്കെ അടിച്ച് നന്നായിട്ട് ടാനൊക്കെ വന്നിരിക്കുന്ന ഫേസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്, വീട്ടിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു. ആദ്യമായിട്ട് ഞാൻ ഒരു സ്പൂൺ റാഗി പാലിൽ കുതിർത്താനിട്ടുണ്ടായിരുന്നു. ഒരു സ്പൂൺ റാഗിക്ക് അത് കുതിരാനുള്ള പാകത്തിനുള്ള പാല്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ അത് കുതിരാനായിട്ട് വെക്കണം. അപ്പോഴത്തേനും ആ പാല് ഫുള്ളായിട്ട് അതിലേക്ക് എന്താ പറയുക അബ്സോർബ് ആയിട്ടുണ്ടാവും. പിന്നെ പാലൊന്നും കാണുന്ന രീതിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ, ഒരു ചെറിയ പൊട്ടറ്റോ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ഹാഫായിട്ട് മതി. പിന്നെ ഒരു പിടി പച്ചരിയാണ് കേട്ടോ ഇടുന്നത്, പച്ചരി. പിന്നെ ഒരു സ്പൂൺ ഇത് എന്താ പറയുക ഓട്സാണ്. ഈ ഒരു പച്ചരിയും ഓട്സും അതുപോലെ തന്നെ പൊട്ടറ്റോയും ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഓട്സ് ഇല്ലാത്തവരാണെങ്കിൽ പച്ചരി മാത്രം ഇട്ടാലും ഓക്കെയാണ്. അതുപോലെ പച്ചരിയും ഓട്സും ഇട്ടിട്ടില്ലെങ്കിലും പൊട്ടറ്റോ ഇട്ടാൽ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് തരും കേട്ടോ. റാഗി മാത്രം ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പച്ചരിയും അതുപോലെ ഓട്സൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് നന്നായി കിട്ടും. അതുപോലെ തന്നെ പൊട്ടറ്റോ ഒരു ബ്ലീച്ച് എഫക്റ്റും കൂടെയാണ് സ്കിന്നിന് തരുന്നത്. അതുകൊണ്ടാണ് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് അത്യാവശ്യം കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ ഇത് വീക്കിലി ഒരു 3 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സ്കിന്ന് നന്നായിട്ട് ടാൻ വന്നവർക്കാണെങ്കിലോ അല്ലെങ്കിൽ സ്കിന്ന് നല്ലതായിട്ട് ബ്രൈറ്റനായിട്ട് ഇരിക്കാനാണെങ്കിലൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻ്റെ തലേ ദിവസമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേഷ്യലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഫസ്റ്റ് ഒരു കാലിലോ കയ്യിലോ ഒന്ന് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നോക്കുക കേട്ടോ. കാരണം ഇതിലിപ്പോൾ പാല് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് പാല് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു തുള്ളി പാലും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പൊട്ടറ്റോയിൽ അത്യാവശ്യം നീരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാലും ചേർക്കേണ്ട ആവശ്യം വരില്ല. അതായത് പാല് കുതിർത്തിയതിന് ശേഷം വീണ്ടും പാല് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഒരുപാട് പാല് ആയിക്കഴിഞ്ഞാൽ, അത് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും മുഖത്ത് സ്റ്റിക്കായിട്ട് നിൽക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മുഖത്ത് പിടിക്കാൻ പാകത്തിന് ചെയ്യുക. പിന്നെ എപ്പോഴും ഇതൊരു തരിതരിപ്പ് ഉണ്ടാവും. കാരണം ഇപ്രാവശ്യം ഞാൻ പച്ചരിയും കൂടെ ഇട്ട കാരണം കൊണ്ടും പിന്നെ ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ സ്ക്രബ്ബ് നിങ്ങൾക്ക് മുഖത്തിന് പറ്റും, കുഴപ്പം ഉണ്ടാവാറില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല നിങ്ങൾക്ക് സ്ക്രബ് ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ക്രബ് ചെയ്യരുത്. കുറച്ചൊരു മയത്തിലൊക്കെ ചെയ്തിട്ട് നമുക്ക് കഴുകി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതില്ല, പച്ചരി നിങ്ങൾ ചേർക്കുന്നില്ല, അതുപോലെ ഓട്സ് ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് എടുത്താലും വലിയ ഇഷ്യൂ ഒന്നും വരില്ല. പിന്നെ മുമ്പത്തെ വീഡിയോ ഇട്ട സമയത്ത്, ഇതിന് ഫസ്റ്റ് ഞാൻ ഈ റാഗി മാത്രമായിട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റാഗി പൊടിയായ കുഴപ്പമുണ്ടോ, കടയിൽ നിന്ന് പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, അതായ പ്രശ്നമുണ്ടോയെന്ന്. പക്ഷേ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് റാഗി പൊടിയല്ലാതെ നമുക്ക് ആ തരിതരുന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാൻ പറയുള്ളൂ. കാരണം പൊടിയാവുന്ന സമയത്ത് നമുക്കതിൽ മിക്സും കാര്യങ്ങളൊക്കെ വരും, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നല്ല പ്യുവറായിട്ടുള്ള റാഗി ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പല മിക്സുകളും ഇപ്പോൾ മൈദയോ അല്ലെങ്കിൽ പൊടിയാണല്ലോ, അപ്പോൾ പല പൊടി മിക്സുകളും അതിൽ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് പൊടിയല്ലാതെ മറ്റേ നമ്മുടെ തരിതരിയായിട്ടുള്ള റാഗി തന്നെയാണ്. അത് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അത്ര വലിയ പ്രൈസൊന്നും വരുന്നില്ല അതിന്. അപ്പോൾ അതെടുക്കുമ്പോഴാണ് എനിക്ക് റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക തന്നെ വേണം, ട്രൈ ചെയ്ത് നോക്കുക. 100% എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുമെന്നുള്ളത്. പിന്നെ നമ്മൾ എന്ത് പാക്ക് ഇടുമ്പോഴും കഴുത്തിലും കൂടെ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കളറായിട്ട് നിൽക്കും. അതുപോലെ തന്നെ എന്ത് പാക്ക് ഇടുമ്പോഴും പിന്നീട് നമ്മൾ സംസാരിക്കാതിരിക്കുക, വായ അനക്കാതിരിക്കുക, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക. കാരണം മുഖത്ത് ചുളിവുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫുള്ളി നമ്മുടെ ഫേസിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കഴുകി എടുക്കുമ്പോഴും ഒരു തണുത്ത വെള്ളത്തിലൊക്കെ, ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇപ്പോൾ ചൂടുകാലം കൂടെ അല്ലേ, ഇപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ചൂടായിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മുഖത്തിനും അതാണ് നല്ലത് എപ്പോഴും കേട്ടോ. അങ്ങനെ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അതിനുള്ളിൽ
ദിവസത്തിനുള്ളിൽ തന്നെ ഡ്രൈ ആവും. നന്നായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്, അപ്പോൾ അത് സ്കിന്നിന് നന്നല്ല. അപ്പോൾ ഒരു ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ, അപ്പോൾ നമ്മൾ വെള്ളം അധികം കുറവാണ്, അതായത് പാല് കഴിച്ചത് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ മിനിമം 20 മിനിറ്റ് വെക്കുക എന്നുള്ളതാണ്. ഡ്രൈ ആവാൻ നിൽക്കരുത്, അതാണ് മെയിൻ കാര്യം. എൻ്റെ ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കറണ്ട് വന്നിട്ട് കഴുകാം എന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ അതിനിടയ്ക്ക് പാല് കുറച്ച് തളിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. എന്നാലും 20 എന്നുള്ളതൊരു 25 മിനിറ്റ് ആയി, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മാക്സിമം ആവാതിരിക്കുക. അപ്പോൾ അതേ ഞാൻ അതിങ്ങനെ കുറച്ച് ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്തിട്ട് എടുക്കണമെന്നുള്ളൂ. ഞാൻ ഓവറായിട്ട് സ്ക്രബ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട, സ്ക്രബ് ചെയ്യാൻ നിൽക്കണ്ട. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുത്ത് കളയുക. അപ്പോൾ ഇത് കഴുകി വരുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു സ്കിന്നും ഇപ്പോഴത്തെയും നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവും കേട്ടോ. അതായത് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊന്ന് അഭിപ്രായം പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് അലർജിക്കൊന്നും ആയിരിക്കില്ല തോന്നുന്നു. പിന്നെ പാലൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലാത്തവർ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. അത് 100% ഷുവറാണ്. ഞാൻ ഇതുപോലെ കുറേ പേരുടെ മുഖത്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിന് മാത്രം റിസൾട്ട് തരുന്നതാണോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നത്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് വ്യത്യാസം അറിയാം കേട്ടോ. എന്നാലും ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ഡള്ളായിട്ടുള്ളൊരു ഫേസാണ്. യൂസ് ചെയ്തതിന് ശേഷം നല്ല ബ്രൈറ്റനായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.